ഉപവാസ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, ആലയത്തിന് അനുഗ്രഹമാണ്, ദേശത്തിന് അനുഗ്രഹമാണ്. വ്യക്തിപരമായിട്ടുള്ള ആത്മീയ വർധനകൾക്കും ഉദകുമാർ ദൈവത്തിന്റെ പ്രവർത്തികളിൽ നമ്മൾ വചനത്തിൽ എവിടെയെല്ലാം നോക്കിയിട്ടുണ്ടോ ഉപവാസവും പ്രാർത്ഥനയും ഉള്ള രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു, ഉപവാസവും പ്രാർത്ഥനയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, ഉപവാസം പ്രാർത്ഥനയുള്ള ദേശം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ മാറ്റിവെച്ച് ദൈവാലയത്തിൽ കടന്നു വന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ദൈവീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം. ഡോക്ടേഴ്സ് പോലും പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്തോത്രം. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന കടബാധ്യതയുള്ള വിഷയത്തിന്റെ മധ്യത്തിൽ, നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന പണക്കാരുടെ മധ്യത്തിൽ ചെല്ലുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമൊക്കെ തന്ന പൈസ തിരിച്ചു തന്നില്ലല്ലോ, ഇനി അത് തന്നിട്ട് വല്ലതും തരാമെന്ന് പറയും. പൈസ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നവരെല്ലാം മാറി നമ്മൾ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മൾ ആശ്രയം വെച്ച നസ്രയനായ യേശു നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. യേശു പറയും, ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി വിടത്തില്ല, ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അമ്മ തന്റെ മക്കളെ മറക്കുമോ? സപ്പോസ് മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമുക്ക് ഒരു അല്പത്തെ നിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. സഹോദരന്മാരെക്കാളും ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ അവനെ വ്യസനത്തോടുകൂടെ പ്രസവിച്ചു എന്ന് പറഞ്ഞവന് യബേസ് എന്ന് പേരിട്ടു. വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബേസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദന നൽകുന്നവൻ, ശരീര ബുദ്ധിമുട്ടുള്ളവൻ. എബേസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന നൽകുന്നവൻ. എബേസ് ജനിച്ചപ്പോൾ അവന്റെ അമ്മ അവനെ തിരസ്കരിച്ചു. സഹോദരന്മാർ അവനെ തിരസ്കരിച്ചു. എല്ലാവരും അവനെ മാറ്റി നിർത്തിയപ്പോൾ സ്വന്തം അമ്മ വരെ പറയുക, ഞാൻ അവനെ വ്യസനത്തോടുകൂടെയാ പ്രസവിച്ചത്, ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയല്ലോ എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടെ അവനെ പ്രസവിച്ചു. സ്തോത്രം. എബേസ് എന്ന വാക്കിന്റെ അർത്ഥമോ വേദന നൽകുന്നവൻ. വേദന നൽകുന്ന എബേസിനെ പ്രസവിച്ച എബേസിന്റെ അമ്മ പോലും അവനെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം അവനെ തള്ളിയില്ല കേട്ടോ. എന്താ സ്വർഗത്തിലെ ദൈവം എബേസിനെ തള്ളിക്കളയാത്തത്? എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി. മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിലും സഹോദരന്മാരെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായും കൂട്ടുകാരിൽ പരമധികമായ ആനന്ദ ധൈര്യം കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. സകലരും തള്ളിക്കളഞ്ഞപ്പോൾ കളയാത്ത സ്വർഗം അവന്റെ കൂടെ കട്ടക്കുണ്ടായിരുന്നു. ലോകത്തിലെ മാന്യതയല്ല, ദേശത്തിലെ പദവിയല്ല പ്രിയ ദൈവമക്കളെ. ദൈവം നിന്റെ കൂടെയുണ്ടോ? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോവുക. ഹല്ലേലൂയ. ദൈവം സകലരും തള്ളിക്കളഞ്ഞോട്ടെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ഈ ദേശത്ത് പോരാ, ഈ രാജ്യത്ത് നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോകുക. വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിനക്ക് പദവിയോ പഠിപ്പോ ഇല്ലായിരിക്കാം. ദൈവം നിന്നെ ഉയർത്തിയാൽ ആർക്കും നിന്നെ താഴ്ത്താൻ കഴിയത്തില്ല. ദൈവത്തിലെ വിശ്വസ്തത അത്ര വലുതാണ്. എനിക്കിവിടെ ഇരുന്ന് വായിച്ചപ്പോൾ എന്റെ കണ്ണ് നിറയുന്ന അനുഭവത്തിലേക്ക് വന്നു. കാരണം യഹൂദയുടെ മക്കൾ, പാരമ്പര്യത്തിന്റെ പദവിയിലിരിക്കുന്നത് യഹൂദയുടെ മക്കൾ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പേര് അക്കമിട്ട് വന്നപ്പോൾ 9-ാം വാക്യത്തിൽ വരുമ്പോൾ തന്റെ സഹോദരന്മാർക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആ വാക്യം ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ വലിയ പദവിയുള്ള വ്യക്തിയായിരുന്നു. പദവി എന്താ? അമ്മ വരെ തിരസ്കരിക്കപ്പെട്ടവൻ, സഹോദരന്മാർ തള്ളിക്കളഞ്ഞവൻ, എങ്കിലും ദൈവവുമായിട്ടൊരു വലിയ ബന്ധമുണ്ടായിരുന്നു.
അപ്പൊ എബേസിന്റെ പ്രാർത്ഥന വരെ കണ്ടോ, ദൈവത്തോട് കമ്പൽസറി ആയിട്ട് പറയാൻ കഴിയത്തില്ല. അമ്മ തള്ളിക്കളഞ്ഞു, സഹോദരന്മാർ തള്ളിക്കളഞ്ഞു, ദൈവം എന്നെ ഏറ്റെടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവന്റെ ആഗ്രഹമൊന്ന് കൈമാറുക. എങ്ങനെയാ? അനർത്ഥം എനിക്ക് വ്യസനകാരമായി തീരാതെ വേണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. കേട്ടോ, നമ്മളാണ് എങ്ങനെ പ്രാർത്ഥിക്കും? നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച മതിയാകത്തുള്ളൂ. നമുക്ക് അധികാരമുള്ള അവകാശമുള്ളതുകൊണ്ട്, മക്കളായിരുന്നു അവകാശമുള്ളതുകൊണ്ടാണ്. ഇത് മക്കളെന്ന സ്ഥാനം പോലും ഏറ്റെടുക്കുവാൻ എബേസിന് കഴിയത്തില്ല. കാരണം ചെറുപ്പം മുതലേ തിരസ്കരണം അനുഭവിച്ചു വന്ന എബേസിന് ദൈവത്തോട് പോലും എങ്ങനെയാ അപേക്ഷിക്കുകയാണ്. കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് അവന്റെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ അവസ്ഥ അറിഞ്ഞ്, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് താഴെ പറയുക, അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. വാക്കുകളെ ചുരുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമ്മൾ ഉപവാസവും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന വെറുതെ അല്ല. നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ എന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കണമെങ്കിൽ നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. അത് മാത്രമല്ല, നമ്മുടെ അതിരിനെ വിശാലയാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ അതിരിനെ വിസ്താരമാക്കും. അതിനെ ഏറ്റവും മാന്യനായി തീർന്നു. ഹല്ലേലൂയ. എബേസ് തന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. മാന്യത വേണോ? ദൈവത്തെ മുറുകെ പിടിക്കുക. മാന്യത വേണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. മാന്യത വേണോ? ദൈവത്തോട് അപേക്ഷിക്കുക. മാന്യത വേണോ? ഘോഷിക്കുക. മാന്യത വേണോ? പ്രാർത്ഥിക്കുക. മാന്യത വേണോ? ആരാധിക്കുക. ദൈവമായിട്ടൊരു വലിയ ബന്ധമുണ്ടെങ്കിൽ അതിനെ വിശാലമാക്ക ദേശത്ത് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ,